1991 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിലെ ഇലക്ഷൻ പ്രചരണത്തിൽ എത്തുന്ന രാജീവ് ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തിയ വൻ ജനാവലി. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ നിന്നും ചുവന്ന പരവതാനി വിരിച്ച നടവഴിയിലൂടെ രാജീവ് സെക്യൂരിറ്റിക്ക് നടുവിലൂടെ തയ്യാറാക്കി വെച്ച സ്റ്റേജിലേക്ക് നടക്കും. പുഷ്പഹാരങ്ങളും പൂച്ചെണ്ടുകളുമായി സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് കാത്തു നിൽക്കുന്ന ആരാധകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടന്ന രാജീവ് ഗാന്ധിയുടെ മുന്നിൽ പുഷ്പഹാരവുമായി ഒരു 14 വയസ്സുകാരി പെൺകുട്ടി വരുന്നു. രാജീവിന്റെ കാൽപാദം തൊട്ട് വന്ദിക്കാനായി കുനിയുന്നു. അവളോടൊപ്പം രാജീവിന്റെ ശരീരവും കുനിഞ്ഞു. ഒരു നിമിഷം ഒരു ഉഗ്രസ്ഫോടനം. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജനം സ്തബ്ധരായി. രാത്രി 10:12 കണ്ണഞ്ചപ്പിക്കുന്ന പ്രകാശഗോളം, കാതടുപ്പിക്കുന്ന ഉഗ്രശബ്ദം, 3 മീറ്ററോളം പൊന്തിയ അഗ്നിനാമ്പുകൾ, കലുഷിതമായ അന്തരീക്ഷം, നിലവിളികളും അലറിക്കരച്ചിലും അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നു. സ്റ്റേജിനടുത്തായിരുന്ന വാഴ്പ്പാടി രാമമൂർത്തിയും GK മൂപ്പനാരും അങ്ങോട്ടേക്ക് ഓടിയടുത്തു. മുണ്ടുമടക്കി കുത്തി പുകപടലം വകഞ്ഞു മാറ്റി നോക്കിയ മൂപ്പനാർ കണ്ടത് ചിതറത്തെറിച്ച കരിഞ്ഞ മാംസത്തുണ്ടുകളുമായി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു കിടക്കുന്നു. അന്ന് മക്കളായ രാഹുൽ ഗാന്ധിക്ക് 20 പ്രിയങ്ക ഗാന്ധിക്ക് 19 വയസ്സായിരുന്നു പ്രായം. സുരക്ഷ കർശനമാക്കേണ്ട സാഹചര്യമായതോടെ പ്രിയങ്കയുടെയും ജ്യേഷ്ഠൻ രാഹുൽ ഗാന്ധിയുടെയും പഠനം വീട്ടിലേക്ക് ഒതുങ്ങി. വീട് ക്ലാസ് മുറിയായി. അന്ന് തൊട്ടിങ്ങോട്ട് ആ കൊലപാതകത്തിൻ്റെ വേദന ഉള്ളിപ്പേറുന്നതോടൊപ്പം സ്നേഹത്തെയും കരുണയെയും ക്ഷമയെയും കുറിച്ച് അവർ ഇരുവരും സംസാരിച്ചു. അതിനവർ പറഞ്ഞ പ്രധാന കാരണം അച്ഛൻ പഠിപ്പിച്ചത് സ്നേഹമാണ് എന്നാണ്. സ്നേഹത്തെയും വെറുപ്പിനെയും കുറിച്ച് അച്ഛനോളം വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നായിരുന്നു. തൻ്റെ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ നടുവിൽ നിന്നാണ് മുത്തശ്ശിയുടെ രക്തം ചിന്തി ചേതനയേറ്റ ശരീരം കണ്ട ആ മക്കൾ, അച്ഛൻ്റെ ചിതറിക്കരിഞ്ഞ മാംസത്തുണ്ടുകൾ കണ്ട മക്കൾ. ആർക്ക് പറയാനാകും ഇങ്ങനെ? ഏത് മക്കൾക്ക് ചിന്തിക്കാനാകും ഇങ്ങനെ? അന്ന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ തൻ്റെ ജീവിതം കൊണ്ട് ചരിത്രത്തിൽ പറ്റിപ്പിടിച്ച ചോരപ്പാടുകളുടെ ലിഖിത രേഖകൾ മായ്ച്ചു കളയുകയായിരുന്നു രാജീവ് ഗാന്ധി. പകരം സ്നേഹത്തിൻ്റെ ഉദാത്ത സംഹിതകൾ വിതറുകയായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ മക്കളിലൂടെ. വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കൊന്നതിന് കാരണഭൂതനായ വേലുപ്പിള്ള പ്രഭാകരൻ്റെ മരണമറിഞ്ഞ് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ കൊല്ലപ്പെടുന്നത് 1991-ലാണ്. 2009 അച്ഛൻ്റെ മരണത്തിന് കാരണമായി തീർന്നയാൾ ശ്രീലങ്കയിൽ ഒരിടത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു. പക്ഷേ അസ്വാഭാവികമെന്ന് തോന്നുമെങ്കിലും പറയട്ടെ, ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചു. ആ കൊലപാതകം എന്നെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല എന്ന് ഞാൻ അവളെടുത്ത് പറഞ്ഞു. എൻ്റെ പിതാവിനെ കൊന്നയാൾ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഞാനത് കണ്ട് സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് സന്തോഷം തോന്നുകയില്ല. സഹോദരി പ്രിയങ്ക തിരികെ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ശരിയാണ്, നീയാണ് ശരി. എനിക്കും സന്തോഷം തോന്നുന്നില്ല രാഹുൽ. എനിക്ക് സന്തോഷം തോന്നാത്തതിന് കാരണം അയാളുടെ മക്കളുടെ സ്ഥാനത്ത് ഞാൻ എന്നെ കാണുന്നു. അതുതന്നെയാണ്. എനിക്കറിയാം, അയാൾ മരിച്ചു കിടക്കുന്ന അതേ സമയത്ത് അയാളുടെ മക്കൾ കരയുകയാണ്. അന്ന് നമ്മൾ കരഞ്ഞതുപോലെ എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. ആ 19 വയസ്സുകാരിയുടെയും 20 വയസ്സുകാരൻ്റെയും മുന്നിൽ അച്ഛൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അനുഭവിച്ച തീവ്രവേദന അത്ര ആഴമുള്ളതായിരുന്നു. കാലം മാറ്റങ്ങൾക്ക് വിധേയമായി. ചരിത്രം പുതിയ സംഭവ വികാസങ്ങളിൽ മടങ്ങി. ചരിത്രത്താളുകളിൽ നിന്നും വൈരത്തിൻ്റെ വിത്തുകൾ കൊഴിഞ്ഞുപോയി. അത് മണ്ണിലുറയ്ക്കാതെ കരിഞ്ഞുപോയി. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഏത് നിമിഷവും വന്നു പതിച്ചേക്കാവുന്ന അശ്വിനിപാദത്തെ മുന്നിൽ കണ്ട് സോണിയ രാഷ്ട്രീയ ചിന്തയില്ലാതെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് വളർത്തി. കൗമാരവും കഴിഞ്ഞ് ജീവിത പക്വതയിലെത്തിയ രാഹുൽ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ പാരമ്പര്യവുമായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ണിലേക്ക് ഇറങ്ങി. പക്ഷേ പ്രിയങ്ക അപ്പോഴും സമദൂരം പാലിച്ചു. രാഷ്ട്രീയത്തിൽ നിന്നും ചുറ്റും നിന്നും സമ്മർദ്ദങ്ങൾ ഏറിയപ്പോൾ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി. പക്ഷേ ചെറുപ്രായത്തിൽ അച്ഛൻ രാജീവിന് വേണ്ടി പ്രചരണ വേദികളിൽ പ്രിയങ്ക ആ മഹാജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അത് ഒരാവേശമായി ജനത്തിന് മാറി. പിന്നീട് അമ്മ സോണിയാഗാന്ധിക്ക് വേണ്ടി, സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയൊക്കെ കഴിഞ്ഞ 35 വർഷമായി പ്രിയങ്ക പരോക്ഷ രാഷ്ട്രീയത്തിൽ ഭാഗികമായി ഇടപെട്ടുകൊണ്ടിരുന്നു.
ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ ജീസസ് ആൻഡ് മേരി കോളേജിലായിരുന്നു പ്രിയങ്കയുടെ ബിരുദ പഠനം. സൈക്കോളജിയിൽ ബിരുദം നേടിയ ശേഷം 2010 ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി അവർ. 1997 ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയായ റോബർട്ട് വദ്രയെ പ്രിയങ്ക വിവാഹം കഴിക്കുന്നത്. റൈഹാൻ വദ്ര, മിരായ വദ്ര എന്നിവർ മക്കളാണ്. ഐതിഹാസികമായ വിജയങ്ങളും സമര പോരാട്ടങ്ങളും കൊണ്ട് ഇന്ത്യൻ കോൺഗ്രസിന് പുനർജീവനേകി രാഹുലിൻ്റെ തണലിൽ മതേതര ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ പ്രിയങ്കയും അണിനിരക്കുകയായിരുന്നു. 2019 ജനുവരി 23 പ്രിയങ്കയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രവേശനം നടന്നത്. അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പദമായിരുന്നു പ്രിയങ്കയെ ആദ്യം കാത്തിരുന്നത്. സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെ ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ മേഖലയുടെ ഇൻചാർജും ചുമതലയും പാർട്ടി പ്രിയങ്കയ്ക്ക് നൽകുകയായിരുന്നു. 2020 സെപ്റ്റംബർ 11 ഉത്തർപ്രദേശ് ഇൻചാർജ് കൂടിയായി. സംസ്ഥാന ഭരണം BJPയിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പ്രിയങ്കയുടെ ലക്ഷ്യം. 2021 ലഖിംപൂർ ഖേരിയിൽ കേന്ദ്രമന്ത്രിയുടെ മകൾ കർഷകർക്കിടയിലേക്ക് വാഹനം കയറ്റി 8 പേരെ കൊലപ്പെടുത്തിയ സംഭവം ഏറ്റെടുത്ത പ്രിയങ്കയും കൂട്ടരും ഏതാണ്ട് 50 മണിക്കൂറോളം നേരം UP പോലീസിന്റെ തടങ്കലിലായി. അതേ വർഷം UP പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ച ആളുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്കയെ വീണ്ടും പോലീസ് തടങ്കലിൽ വെച്ചു. ഇരു സംഭവങ്ങളും പ്രിയങ്കയെ വാർത്താ തലക്കെട്ടുകളിലേക്ക് എത്തിച്ചു. 2021 ഒക്ടോബർ 23 പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത്. സ്ത്രീകളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയ പ്രകടന പത്രിക അന്ന് ഏറെ ശ്രദ്ധ നേടി. എന്നാൽ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റം നടത്താനാകാതെ വന്നതോടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണിയുണ്ടായി. തോൽവിക്ക് ശേഷവും പ്രിയങ്ക സംസ്ഥാനത്ത് സജീവമായി. പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം ചോരാതെ അവർ കാത്തു സൂക്ഷിച്ചു. വിലക്കയറ്റത്തിനെതിരെ 2022 ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതും വാർത്തകളിൽ ഇടം പിടിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിനു വേണ്ടി പ്രചരണങ്ങളിൽ സജീവമായിരുന്നു പ്രിയങ്ക ഗാന്ധി. അമേഠിയിലും റായ്ബറേലിയിലും വയനാട്ടിലും പ്രിയങ്ക സജീവ സാന്നിധ്യമായി മാറി. അമേഠിയിലോ റായ്ബറേലിയിലോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് അതുണ്ടായില്ല. ഒടുവിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരമാണ് പ്രിയങ്ക ഗാന്ധിക്ക് വന്നു ചേർന്നത്. നമുക്ക് പ്രിയങ്കയുടെ ചരിത്രത്തിലേക്ക് ഇനിയും ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്. ശേഷം വയനാട്ടിൽ നിന്നും MP ആയി വന്നതിനു ശേഷം പ്രിയങ്ക ഇടപെട്ട എന്തൊക്കെ കാര്യങ്ങൾ, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ അവർ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാം. പ്രിയങ്ക എന്നും നമുക്കൊരു പ്രചോദനമാകട്ടെ, ഇന്ത്യയുടെ ശബ്ദമാവട്ടെ. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.